നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ചലച്ചിത്ര മേഖലയിലെ നിലവിലെ സംഘടനകൾക്ക് ബദലായി പുതിയൊരു സംഘടന വരുന്നു. സംവിധായകരായ ലിജോ ജോസ് പല്ലിശ്ശേരി, ആഷിഖ് അബു, രാജീവ് രവി, അഞ്ജലി മേനോൻ, അഭിനേത്രി റിമ കല്ലിങ്കൽ, ചലച്ചിത്ര പ്രവർത്തകൻ ബിനീഷ് ചന്ദ്ര എന്നിവർ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഈ സൂചന നൽകുന്നത്. മലയാള ചലച്ചിത്ര മേഖലയെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. സമത്വം, സഹകരണം, സാമൂഹ്യനീതി എന്നീ ആശയങ്ങൾ അധിഷ്ഠിതമായിരിക്കും സംഘടനയുടെ പ്രവർത്തനം. അമ്പയും ഫെഫ്കയും അടക്കമുള്ള നിലവിലെ സംഘടനകൾക്ക് ബദലാകുമോ പുതിയ സംഘടന? നിലവിലെ പ്രശ്നങ്ങൾക്ക് ഇത് പരിഹാരമാകുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കണ്ണൂരിൽ നിന്നും ഉണ്ണികൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, നിലവിലെ രണ്ട് സംഘടനകൾ AMMയും അതോടൊപ്പം തന്നെ ഫെഫ്കയും ഉണ്ട്. ഈ സംഘടനയ്ക്ക് ബദലായി ഇപ്പോൾ പുതുതലമുറ സംവിധായകർ മറ്റൊരു സംഘടനയിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ അതോ ഈ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യുകയുള്ളൂ? ശ്രീ റഹീമയാണ്. ശ്രീ റഹീമ, താങ്കൾക്ക് ചോദ്യം കേൾക്കാമല്ലോ? ശരി, പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞോ. ഈ പരിഹാരമാവും സംഘടനകളെ എല്ലാരും ഒത്തുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോവാണെങ്കിൽ അത് ഒത്തുകൂടി എല്ലാ സംഘടന അത് നന്നാവും. ഇപ്പോഴത്തെ സംഘടന ഈ പഴയ മട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണെന്നും അത്തരത്തിൽ ഈ സൂപ്പർ സ്റ്റാറുകളെയൊക്കെ അവരുടെ ഒരു കരവലയത്തിനുള്ളിലാണ് ഈ സംഘടന നിൽക്കുന്നതെന്നൊക്കെയുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറി പുതിയ സംഘടന വരുമ്പോൾ അതൊക്കെ മാറി അവരെല്ലാരും ഒന്നിച്ചാല് മോഹൻലാൽ സാറും എല്ലാരും ഒന്നിച്ച് ബാബു, ഇടവേള ബാബു എല്ലാരും ഒന്നിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ അത് കൊണ്ടുപോവാം. അവർക്ക് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ, നമുക്ക് മറ്റു പ്രശ്നം കൂടിയുണ്ട്. തൃശ്ശൂരിൽ നിന്നും ശിവജിയാണ്. ശ്രീ ശിവജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ സംഘടന പഴയ മട്ടിലുള്ളതാണ്, പുതിയ കാലത്തിന് യോജിക്കുന്ന സംഘടനയല്ല, സംഘടനാ രീതിയല്ല, അതേതോ ഫ്യൂഡൽ കാലത്തിൽ നിൽക്കുന്നതാണ് എന്നൊക്കെയായിരുന്നു വിമർശനങ്ങൾ. അതിന് പകരമായി പുതിയ സംഘടന വരുന്നു. ആ സംഘടന സമത്വം, സഹോദര്യമുള്ള ആശയങ്ങളൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. പുതിയ കാല ചിന്തകൾ മുന്നോട്ട് വെക്കുന്ന ചെറുപ്പക്കാരാണ് അതിന് ഇപ്പോൾ നേതൃത്വം നൽകുന്നതും. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ശ്രീ ശിവജി, പറയാം. സാറേ, പറഞ്ഞോളൂ. ഞാനിപ്പോ സാറ് ഒരു സന്തോഷ വാർത്ത സാറിനെ അറിയിക്കാനാണ് മെയിനായിട്ട് ഇന്ന് വിളിച്ചത്. അതായത് ഇന്നലെ മാതൃഭൂമി ചാനൽ ഞാൻ SK സതീശിനെ കണ്ടു. എനിക്ക് വളരെ സന്തോഷമായി. കാരണം മാഞ്ഞു പോയവരൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഈ സംഘടനയുടെ കാര്യം, ഈ സിനിമാ സംഘടനയിലെ അതിന് എത്ര മാറി വന്നാലും നമ്മളിപ്പോ പറയില്ലേ, പഴയ കുപ്പിയിൽ പുതിയ വീഞ്ഞെന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ എത്ര മാറി വന്നാലും ഒരു കാര്യമില്ല. ഇതിനെ നന്നാക്കാൻ സർക്കാരിന് സാധിക്കില്ല, അവർക്ക് തന്നെ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ കിടപ്പ് അങ്ങനെയാണ്. അത് നമുക്ക് എല്ലാവർക്കും എന്താണ് ഞാൻ കിടപ്പെന്ന് പറയണേ, അത് അങ്ങനെ തന്നെയാ. പിന്നെ ഞാൻ ഇന്ന് ഓർത്തത് ഈ ചർച്ചയായിരിക്കും ഒരിക്കലും ഓർത്തിട്ടോ. ഞാൻ ഓർത്തത് പിണറായിയുടെ തട്ടിപ്പുണ്ടല്ലോ നമ്മുടെ വയനാട്. പക്ഷേ സർക്കാരിന്റെ വിശദീകരണം വന്നല്ലോ ആ വിഷയത്തിൽ. ഇത് ചെലവഴിച്ച കാശല്ല എന്ന് പറഞ്ഞല്ലോ. നാളെ ആ ചർച്ച വെക്കണോട്ടോ. പിണറായി തട്ടിപ്പിനെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 5 പ്രാവശ്യം ഞാൻ പൊതുവേദി പറഞ്ഞു. അങ്ങനെ തന്നെ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചർച്ച ചെയ്യാം. സർക്കാരിന്റെ വിശദീകരണം വന്നു കൃത്യമായി തന്നെ. അത് എസ്റ്റിമേറ്റ് ആണെന്നുള്ള വിശദീകരണം വന്നു. അക്കാര്യത്തിൽ നമുക്ക് തട്ടിപ്പാണോ ഇല്ലെന്ന് അറിയാതെ നമുക്ക് ഇപ്പോൾ തൽക്കാലം ചർച്ചക്കെടുക്കാൻ കഴിയും. കമ്മ്യൂണിസ്റ്റുകാരനാക്കി തന്നില്ലേ? അതെങ്ങനെയാണ് അങ്ങനെ പറയുന്നത്? എസ്റ്റിമേറ്റ്, താങ്കൾ കുറെ കൂടി മാന്യമായ ഭാഷ ഉപയോഗിക്കുക. എസ്റ്റിമേറ്റ് തുകയാണ് നൽകിയതെന്ന് സർക്കാർ പറഞ്ഞു. അങ്ങനെ അല്ല, മറിച്ചാണെങ്കിൽ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാൻ നാളെ. ഞാൻ പറയും, ഒരു പൈസ അങ്ങോട്ട് ജനങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞില്ല. 1200 കോടി. ശരി, അങ്ങനെ വരികയാണെങ്കിൽ നാളെ ചർച്ചയ്ക്ക് എടുക്കാം. താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ തിരിച്ച് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള തുകയുടെ കാര്യം കൂടി പറയാൻ മറക്കരുതെന്ന് മാത്രം. ആരാ വില്ലൻ അറിയോ? ശരി, തക്കും, അവൻ മുക്കും, അവൻ നക്കും. ഇതൊന്നും തെളിവില്ലാത്ത താങ്കൾക്ക് ഇങ്ങനെ കുറച്ച് ആരോപണങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും സംതൃപ്തി ഉണ്ടോ? അതാ ചോദിച്ചേ, ശിവജിക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക സംതൃപ്തി ഉണ്ടോ? അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത ആരോപണം പറയുന്നത്. സ്ത്രീകളെ ഞങ്ങൾക്കറിയോ? 19 വെള്ളപ്പൊക്കത്തിൽ 40 നൈറ്റ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവളുമാരെ ഞങ്ങൾക്കറിയാം. 40 ഭാര്യമാരെ അറിയോ നിങ്ങൾക്ക്? 40 നൈറ്റ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്ന് 40 നൈറ്റ് നമ്മൾ ഈ സ്ത്രീകൾ രാത്രി ധരിക്കുന്ന വസ്ത്രമില്ലേ, നൈറ്റി എന്നൊക്കെ പറഞ്ഞത്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ അങ്ങനെ ആരെങ്കിലും ഈ നൈറ്റ് എടുക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ട്? അത് സത്യം പറയണേ. താങ്കൾക്ക് അറിയുന്ന ആളാണോ ഈ നൈറ്റ് എടുത്തയാൾ? എന്റെ അച്ഛനമ്മമാരാണ് സത്യം കൊണ്ടു. അതാ ചോദിച്ചത്, താങ്കൾക്ക് അറിയുന്ന ആളാണോ ഈ 40 നൈറ്റ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ? 5 വർഷത്തേക്ക് നൈറ്റ് വാങ്ങണ്ടാന്ന്. അല്ല, താങ്കൾക്ക് അറിയുന്ന ആളാണോ? പറഞ്ഞു കേട്ട കഥ മാത്രമല്ലേ? നല്ല വ്യക്തമായിട്ട്. പിന്നെന്താ? അപ്പൊ ആരാണത്? താങ്കൾ അങ്ങ് പറഞ്ഞുതരാം, പേരങ്ങ് പറഞ്ഞുതരാം.
ആ ശവം, അഴുകിയ ശവം കൊണ്ടുവന്ന് താങ്കൾ ആ പേരങ്ങ് പറഞ്ഞേരെ. വെറുതെ ഒരു ആരോപണങ്ങൾ നിരന്തരം പലപ്പോഴും ശിവജിയുടെ ഒരു രീതി ഇതാണ്. ശിവജി നമ്മൾ അങ്ങോട്ട് പറയുന്നത് കേൾക്കില്ല എന്ന് മാത്രമല്ല നിരന്തരം ഒരേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ പറയേണ്ടത്. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് ഏത് കാര്യത്തിലും നിങ്ങളുടെ ശക്തമായ അഭിപ്രായം പറയാം, നിങ്ങളുടെ രാഷ്ട്രീയ വിയോജിപ്പുകളും അഭിപ്രായങ്ങളും ഒക്കെ പറയാം. പക്ഷെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വെറുതെ ഏതെങ്കിലും പറഞ്ഞത് കേട്ട് എവിടെയോ കേട്ട് ആരോ 40 നൈറ്റി എടുത്തു, ആരാണ് പേര് ചോദിച്ചാൽ പേര് പറയാനില്ല, എനിക്ക് നേരിട്ടറിയാം, എൻ്റെ അച്ഛനെ അമ്മയൊക്കെ പിടിച്ചിട്ട് പറയുകയാണ്, എനിക്ക് അതെല്ലാം നേരിട്ടറിയാം, അങ്ങനെ പേര് പോലും പറയാൻ കഴിയില്ല, പിന്നെ എന്തിനാണ് അങ്ങനെ ഭയക്കുന്നത്, 40 നൈറ്റി എടുത്ത് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യമാണെന്ന്. പക്ഷെ അത് അദ്ദേഹം പറയുന്നുമില്ല. എപ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് പലപ്പോഴും പലരും ചില ആരോപണങ്ങളിൽ ഉന്നയിക്കുന്നത്. ആ രീതിയല്ല ആരോപണം ഉന്നയിക്കേണ്ടത്. നിങ്ങൾക്ക് ആർക്കെതിരെയും പറയുന്ന രീതി ശക്തമായി തന്നെ പറയാം, അതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അത് മാന്യമായിരിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സിനിമാ മേഖലയിലേക്ക് പുതിയൊരു സംഘടന വരികയാണ്. അങ്ങനെ ഒരു സംഘടന വരുമ്പോൾ ഈ പഴയ മട്ടിലുള്ള ഇവരുടെ രീതികൾ, കാലമൊക്കെ ഒരുപാട് മാറിയെങ്കിലും സിനിമാ സംഘടനകൾ ആ മാറ്റമൊന്നും ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല. പഴയ ഫ്യൂഡൽ വ്യവസ്ഥയിലൊക്കെ തന്നെ അവർ നിൽക്കുകയാണ് ഇപ്പോഴും. ആ ഒരു മാറ്റം ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ടോ? ശ്രീ ബാലകൃഷ്ണൻ പറയാം. ഹലോ, നമസ്കാരം, പറയാം. നമസ്കാരം സാർ, പറഞ്ഞോളൂ. സിനിമാ മേഖലയാണ്. ഹലോ, പറഞ്ഞോളൂ. വിഷയം അറിയില്ല സാർ, പുറത്തുനിന്ന് വിളിച്ചാണ്. സിനിമാ മേഖലയിൽ പുതിയൊരു സംഘടന വരുന്നു. ഈ അമ്മയ്ക്കും ഫെഫ്കയ്ക്കും ഒക്കെ ബദലായിക്കൊണ്ട് സംഘടന വരുന്നു. അത് പുതിയ സംവിധായകരൊക്കെയാണ്, പുതിയ തലമുറ സംവിധായകരൊക്കെയാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, ആഷിഖ് അബു, റിമ കല്ലിങ്കൽ, അഞ്ജലി മേനോൻ തുടങ്ങിയവരൊക്കെയാണ് ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത്. എങ്ങനെയാണ് പുതിയൊരു കാലത്തിന്റെ പുതിയ സംഘടന വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമോ? തീർച്ചയായും സാർ. പഴയ കാലത്തെ മാടമ്പിത്തരവും വെച്ചിട്ടാണ് ഈ അമ്മ പോലുള്ള സംഘടനകൾ ഇതുവരെ മുന്നോട്ട് പോയത്. അത് മാത്രമല്ല, രാഷ്ട്രീയ അതിപ്രസരം അതിൽ ഒരുപാട് കടന്നു കയറിയിട്ടുണ്ട്. അപ്പം പുതിയ യുവാക്കളിൽ നിന്ന് അതിനെതിരായിട്ട് അല്ലെ അതിന് പ്രതികൂലമായിട്ട് ഒരു സ്ഥിതി ഉണ്ടാവും, നല്ല രൂപത്തിൽ നടത്തിക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം സംഘടനയിലുള്ളവർ, അമ്മ സംഘടനയായാലും മറ്റേത് ചലച്ചിത്ര ലോകത്ത് ഏത് സംഘടനയായാലും സിനിമക്ക് പ്രാധാന്യം കൊടുത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവരൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. കാരണം ഈ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ഇത്രയും കാലമായിട്ടും പുറത്തുവിടാതിരുന്നത് രാഷ്ട്രീയ അതിപ്രസരമാണ്. അപ്പോൾ യുവാക്കൾ വന്നാൽ ഒരുപാട് മാറ്റം ഉണ്ടാവും തന്നെയാണ് സാർ പ്രതീക്ഷിക്കുന്നത്. ശരി, താങ്കൾക്ക് എന്തായാലും ശുഭപ്രതീക്ഷയാണ്. മറ്റു പ്രശ്നമുണ്ട്. അബ്ബാസ് ആണ് പാലക്കാട് നിന്നും. ശ്രീ അബ്ബാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പഴയ മട്ടിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന, കാലവും ലോകവും ഒക്കെ മാറിയിട്ടും മാറാത്ത ഈ സിനിമാ സംഘടനകൾക്ക് ബദലായി പുതിയ സംഘടന വരുമ്പോൾ മാറ്റമുണ്ടാകുമ്പോൾ സിനിമയിൽ മാറ്റമുണ്ടാകും. പക്ഷെ പഴയ ആൾക്കാരെ കംപ്ലീറ്റ് മാറ്റണം. പഴയ ആൾക്കാരെ കംപ്ലീറ്റ് മാറ്റിയിട്ട് പുതിയ ആൾക്കാരെയും പുതിയ തലമുറയെ കൊണ്ടുവന്ന് പുതിയ തലമുറയ്ക്ക് മുൻഗണന കൊടുത്ത് അവർ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ഇത് രക്ഷപ്പെടുകയുള്ളൂ. ഇല്ലാതെ പഴയ സംഘടന വേണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പഴയ മട്ടിലുള്ള സംഘടനയെ മാറ്റിക്കൊണ്ട് പുതിയ കാലത്തിനൊത്ത ഒരു പുതിയ സംഘടന വരുമ്പോൾ സിനിമാ മേഖലയിൽ ആ ഒരു മാറ്റം ഫീൽ ചെയ്യുമോ? നമസ്കാരം സാർ. നമസ്കാരം സാർ, എന്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയട്ടെ. പറഞ്ഞോളൂ. പുതിയ സംഘടനയായാലും പഴയ സംഘടനയായാലും യഥാർത്ഥത്തിൽ ഇതെല്ലാം വെറും കടലാസ നാമങ്ങളാണ്. കാരണം മലയാള സിനിമയെ ഇപ്പോൾ നയിക്കുന്നത് നാർക്കോട്ടിക് വിപണന ശക്തിയായ മട്ടാഞ്ചേരി മാഫിയാണെന്നാണ് എന്റെ വിലയിരുത്തല്ല, പൊതുവേ ഉള്ള വിലയിരുത്തൽ. അപ്പൊ അതിന്റെ ദൂഷ്യഫലങ്ങളാണ് മലയാള സിനിമ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പൊതുവായിട്ടൊരു കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും ഏത് സംഘടന വന്നാലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളാണ് ഇതിനെ നയിക്കുന്നതെന്നുള്ളതാണ് കാരണം. അതുകൊണ്ട് ദൂഷ്യഫലങ്ങൾ മാറൂല, പേര് മാറുന്നേ ഉള്ളൂ സംഘടനയുടെ. ശരി, അങ്ങനെ നമുക്ക് മറ്റു പ്രശ്നമുണ്ട്. പാലക്കാട് നിന്നും ജിതിനാണ്. ശ്രീ ജിതിൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പുതിയ സംഘടന വരുമ്പോൾ അവർ പറയുന്നത് കാലത്തിനൊത്ത് വർത്തമാന കാലത്തിലേക്ക് മാറ്റം സിനിമയിലെ സംഘടനകൾ കഴിയുന്നില്ല, ഇപ്പോഴും പഴയ ഫ്യൂഡൽ വ്യവസ്ഥയിലൊക്കെ നിൽക്കുന്ന രീതിയിലാണ് സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അത്തരമൊരു മാറ്റത്തിലേക്കാണ് അവർ ഒരു പുതിയ സംഘടന എന്ന് വിഭാവനം ചെയ്യുന്നത്. അതിനെന്തെങ്കിലും സാധ്യമാവാൻ സാധ്യതയുണ്ടോ? ഇപ്പോ മലയാള സിനിമാ മേഖലയിൽ ഇപ്പോൾ ഒരുപാട് സംഘടനകളുണ്ട്. അതുപോലെ ഒരു പുതിയ സംഘടന എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോ ഇങ്ങനെ സംഘടന ഉദ്ഭവിക്കാൻ കാരണം എന്താ വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ ഒരുപാട് വിഷയങ്ങൾ, അതായത് സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങളും പിന്നെ അതുപോലെ മറ്റൊരു വിഷയമായിരുന്നു ഈ ലൊക്കേഷനിലെ ലഹരിയുടെ ഉപയോഗം. ആ ഒരു വിഷയം ഉണ്ടായിരുന്നു.
ഈ രണ്ട് വിഷയം നമ്മൾ ദൗർഭാഗ്യവശാൽ നമ്മൾ എന്ത് ചെയ്ത് ചർച്ച ചെയ്ത് വെച്ചാൽ ഈ സ്ത്രീകൾ നേരിടുന്ന അതായത് വിഷയങ്ങൾ ചർച്ച ചെയ്തു. പക്ഷെ അതിനേക്കാളും ഗൗരവമുള്ള വിഷയം ഇതിനെല്ലാം അടിസ്ഥാനം ലഹരിയുടെ ഉപയോഗമായിരുന്നു. നമ്മുടെ റേറ്റിംഗിനൊക്കെ വേണ്ടി ആയിരിക്കാം മാധ്യമങ്ങൾ ആ വിഷയത്തിലേക്ക് ചർച്ച കേന്ദ്രീകരിക്കുകയും ചെയ്തില്ല. അപ്പൊ ഈ പ്രശ്നം അവിടെ നിലനിൽക്കുക. ഇതിന്റെ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം അതല്ല. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത. അത്തരം ആരോപണങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സത്യമല്ല, ഇപ്പൊ കഴിഞ്ഞ ഒരു ദിവസമായിരുന്നു സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകർ, ഒരു വിഭാഗം വനിതാ പ്രവർത്തകർ ഈ വിഷയം മാധ്യമങ്ങളുടെ മുമ്പിൽ തുറന്ന വിമർശനം, മാധ്യമങ്ങൾ രൂക്ഷ വിമർശനം ചെയ്തത്. കാരണം വെച്ചാൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞവര് സിനിമാ മേഖല വനിതാ പ്രവർത്തകരെ എല്ലാവരും കൂടെ ആയിരുന്നു ഈ മാധ്യമങ്ങളെ വിമർശിച്ചത്. കാരണം അവർ വിമർശിച്ചതിൽ കാര്യമുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഇത്തരം വാർത്തകൾ അതായത് സ്ത്രീകൾക്ക് നേരെ മറ്റു ചൂഷണങ്ങൾ അങ്ങനെ അത് പറഞ്ഞു. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ചർച്ച ചെയ്യുന്ന ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്തായിരുന്നു? ഈ ലഹരി മാഫിയയുടെ ഇടപെടലായിരുന്നു. പക്ഷെ നമ്മളത് ചർച്ച ചെയ്തില്ല. ഇനിയിപ്പോ എന്ത് സംഘടന ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. നമ്മുടെ സർക്കാരിനോ അതിന് നിയന്ത്രിക്കാൻ തോന്നുന്നില്ല. ഇത്തരം ലഹരി മാഫിയ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. മറ്റ് പ്രശ്നം കൂടിയുണ്ട്. അടൂരിൽ നിന്നും ശ്രീ വിക്രമനാണ്. ശ്രീ വിക്രമൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പഴയ മട്ടിലുള്ള ഒരു സംഘടന ഏതോ കാലത്ത് പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ആധുനിക കാലത്തും അവർ പ്രവർത്തിക്കുന്നത്. ആ സംഘടനയ്ക്ക് പകരം പുതിയ കാലത്തിനൊത്ത ഒരു സംഘടന വരുന്നു. അതുകൊണ്ട് മാറ്റമുണ്ടാകുമോ സിനിമയിൽ? ഇത് പുതിയ സംഘടനയായാലും പഴയ സംഘടനയായാലും ഒരു മാറ്റം ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം പഴയ കാലത്ത് പല സിനിമാ പ്രവർത്തകരും ഇന്റർവ്യൂവിലും മറ്റും പറയും ഞങ്ങൾ ഒരു കുടുംബമായിട്ടാണ് തെറ്റിരിക്കുന്നത്, കാര്യം തുറന്നു പറയും. പിന്നെ ഒരാൾക്ക് തൊഴിൽ അവർ മറ്റുള്ള ഇല്ലാത്തൊരാൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ആ ഒരു സംഘടനാപരമായ കാര്യങ്ങൾ അവർക്കില്ലാതെ ഇപ്പോഴത്തെ തലമുറയ്ക്കില്ലാതെ പോയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അതുകൊണ്ട് ഒരു കുടുംബം പോലെ കാണുകയും ഒരാളുടെ ഒരു അഭിപ്രായം മറ്റൊരാൾ പറയും, ആ അഭിപ്രായങ്ങൾക്ക് അന്നേരം തന്നെ സൊല്യൂഷൻ കാണുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഈ വിഷയങ്ങളൊന്നും മനസ്സിലാക്കി ശരി പുതിയ സംഘടന വന്നാലും ഇത് കാര്യമായി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ മുരുകനാണ് കടക്കാവൂരിൽ നിന്നും. ശ്രീ മുരുകൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പഴയ സംഘടന മാറി പുതിയ സംഘടന വരുമ്പോൾ അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കുന്നത് പോലെ ആവുമോ? അതോ സംഘടന അടിമുടി മാറി കാലത്തിനൊത്തുള്ള മാറ്റം സിനിമയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല ചേട്ടാ. മോഹൻലാൽ വന്നാലും മമ്മൂട്ടി വന്നാലും ഇനി ആര് വന്നാലും ഇത് ഇങ്ങനെ പോവും. അതെന്താണ് അങ്ങനെ പോകാൻ കാരണം? അതങ്ങനെ പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലാലും മമ്മൂട്ടിയായി ഏതൊരു നടനും വന്നാലും ലൈംഗിക ചൂഷണത്തിന് വിധേയരായേ പറ്റൂ എന്ന് അവരങ്ങനെ ചെയ്യൂ. അങ്ങനെയൊന്നും പറയരുത്. കമ്മിറ്റി അംഗീകരിച്ചിട്ട് പോലും എല്ലാവരും അത്തരക്കാരാണ് എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആളുകൾ എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. അല്ലല്ലല്ലല്ല, അങ്ങനെ തന്നെയാണ് കാര്യം. അങ്ങനെ താങ്കൾ ഒരു ആരോപണം ശ്രീ മുരുകൻ പറയുമ്പോൾ ഒന്നുകിൽ താങ്കളുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവ് വേണം, അല്ലെങ്കിൽ ഒരു വലിയ അന്വേഷണ കമ്മിറ്റി ഉണ്ടായിരുന്നു, അന്വേഷണ കമ്മിറ്റി അന്വേഷിച്ചു. അങ്ങനെ എല്ലാവരും സിനിമാ മേഖലയിലെ മുഴുവൻ പേരും കുഴപ്പക്കാരാണ്, അവരെല്ലാം ലൈംഗിക ചൂഷണം ചെയ്യുന്നവരാണെന്നും ആ കമ്മിറ്റി പറയുന്നില്ല. അങ്ങനെ ഉള്ളവരും അതിന്റെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്നു. ഉണ്ട് 100% ആൾക്കാരിൽ ഒരു 10% നല്ല ആൾക്കാർ കാണും, അല്ലെങ്കിൽ 20% ആൾക്കാർ. താങ്കൾ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച ആളാണോ? താങ്കൾ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച ആളാണോ? നമ്മൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കണമെന്നില്ല. അല്ല, താങ്കൾ ആ മേഖലയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളാണോ? പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ 9ാം ക്ലാസ് മുതൽ സിനിമയായിട്ട് ഇങ്ങനെ നമ്മൾ ഒരുപാട് സിനിമ പ്രവർത്തകരായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമുക്ക് സിനിമയിൽ വരണമെന്നുള്ള ചിന്താഗതിക്കാരനായിരുന്നു. പറ്റിയില്ല. ഈ മേഖല മോശമായതുകൊണ്ടാണ് ഈ മേഖല ഇങ്ങനെ പോവും ചേട്ടാ. നമ്മൾ രാഷ്ട്രീയക്കാരായാലും രാഷ്ട്രീയക്കാർക്ക് നേട്ടമേ അവർ നോക്കൂ, അവരെ കോട്ടം നോക്കൂല. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ മുരുകൻ. മറ്റൊരു ശ്രീകാര്യത്തു നിന്നും ശ്രീ സുരേഷ് കുമാറാണ്. ശ്രീ സുരേഷ് കുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സംഘടന ഇപ്പോഴത്തെ ഒരു ഫ്യൂഡൽ വ്യവസ്ഥയൊക്കെ ഇപ്പോഴും പിന്തുടരുന്ന ചില സംഘടനകൾ മാറിക്കൊണ്ട് ഒരു പുതിയ സംഘടന വരുന്നു എന്നാണ് പറയുന്നത്, പുതിയ കാലത്തിനൊത്ത സംഘടന. ആ ഒരു മാറ്റം സിനിമയിൽ ഉണ്ടാകുമോ? താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യണം, അതിനുശേഷം മറുപടി പറയാം. ശ്രീ സുരേഷ് കുമാർ, കേൾക്കാമോ? ഹലോ ചേട്ടാ, എനിക്ക് ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. സംഘടനയുടേതല്ല ചേട്ടാ. നേരത്തെ ഒരു തൃശ്ശൂരിൽ നിന്ന് ഒരാൾ വിളിച്ചപ്പം അതിന് 10 നൈറ്റിയുടെ 20 നൈറ്റിയുടെ കാര്യം വന്നിട്ട് പറഞ്ഞു. ഹലോ, പറഞ്ഞോളൂ. അത് പിന്നെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിലെ ചെലവ് 75,000 രൂപ വരും ചേട്ടാ. ആ വിഷയം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ആ വിഷയത്തിൽ സർക്കാർ ഒരു വിശദീകരണം നൽകി. ഇതവിടെ ചെലവാക്കിയ തുകയല്ല, എസ്റ്റിമേറ്റ് കൊടുത്തതാണ്. ചില തുകകൾക്ക് മാത്രം എസ്റ്റിമേറ്റ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെലവാക്കിയ ആകെ തുകയെ ഇങ്ങനെ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഹെഡുകളിൽ പെടുത്തി കൊടുത്തതാണ്, അതല്ല അവിടെ ചെലവാക്കിയ തുക എന്ന് സംബന്ധിച്ച് സർക്കാർ പറഞ്ഞു. ഇനി അതല്ല, അതിനപ്പുറത്തേക്ക് വിശദീകരണം വരികയാണ്, അത് തെറ്റാണെന്ന് വരികയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ അത് വീണ്ടും പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇത് ചോദിക്കാനല്ല, ഈ വിഷയത്തിൽ പറയാനല്ലേ വിളിച്ചത്?
ഇതിനു മുമ്പ് എന്തായാലും അല്പം ഈ സുരേഷ് കുമാർ ആ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം കേട്ടിരുന്നെങ്കിൽ താങ്കൾക്ക് ഇങ്ങനെ മറ്റുള്ള സമയം കളയേണ്ടി വരില്ലായിരുന്നു. നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോവാം. ചേർത്തലയിൽ നിന്നും ശ്രീ രാജേഷാണ്. ശ്രീ രാജേഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സിനിമാ മേഖലയിൽ ചെറുപ്പക്കാർ കൊണ്ടുവരുന്ന ഈ പുതിയ സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുമോ? സാറേ നമസ്കാരം. നമസ്കാരം. ചെറുപ്പക്കാർക്ക് പൊതുവെ കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ കൈകടത്തരുത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കാര്യം ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. പുതിയ എന്ന് പറയുമ്പോ ഇപ്പൊ ഇതിനായിട്ട് മുന്നിട്ടിറങ്ങിയവരൊക്കെ നല്ല ആൾക്കാരാണ്. അവര് ഈ സംഘടനയെ പുതിയതായിട്ട് കൊണ്ടുവരുന്നതിൽ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ തന്നെ അവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് വലിയ തെളിവുണ്ടോന്ന്. ഓരോ കാര്യം ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾ അങ്ങോട്ട് പറയുമ്പോഴേ നിങ്ങൾ ചോദിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് തെളിവുണ്ടോന്ന്. നിങ്ങൾ നിങ്ങളുടെ ചാനലുകളിൽ, ഈ ചാനലിൽ മാത്രമല്ല എല്ലാ ചാനലുകളിലും നിങ്ങൾ തെളിവില്ലാത്ത കുറെ കാര്യങ്ങൾ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. തെളിവെന്നല്ല ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ് വ്യക്തമായിട്ട് അറിയാം. ഞാൻ അച്ഛനെ അമ്മയൊക്കെ പിടിച്ച് സാറിന് ആണയിടുന്ന പോലെയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കറിയാം 40 രൂപ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരാണ് കൊണ്ടുപോയെന്ന് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ അങ്ങ് പറഞ്ഞുകൂടെ? അദ്ദേഹം സ്ഥിരമായി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആളാണ്. പുതിയൊരു സംഘടന പുതിയൊരു സംഘടന വന്നതിൽ നമുക്ക് നല്ലൊരു കാര്യമാണ്. അത് നല്ല രീതിയിൽ പോകണം. ശരി. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ സംഘടന പുതിയ രീതിയിൽ പോകുമ്പോൾ കടന്നുകയറ്റം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും അവരുടെ ഒരു കാര്യം. താങ്കൾ പറഞ്ഞ വിഷയത്തെ ഗൗരവമായി തന്നെ കാണുന്നു. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കോയമ്പത്തൂരിൽ നിന്നും രഞ്ജു ആണ് അടുത്ത പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ രഞ്ജു, സിനിമാ മേഖലയിൽ പുതിയൊരു സംഘടന വരുന്നു. രാജീവ് രവി, അതോടൊപ്പം തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി, ആഷിഖ് കപൂർ, റിമ കല്ലിങ്കൽ, അഞ്ജലി മേനോൻ തുടങ്ങിയവരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇങ്ങനെ ഒരു പുതിയ സംഘടന കൊണ്ട് പുതിയ കാലത്തിനൊത്ത് ഈ സംഘടനകളെ മാറ്റുക എന്നും മലയാള സിനിമയെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നും പറയുന്നു. അത് സാധ്യമാകുമോ? അതെങ്ങനെ സാധ്യമാവും? ഞാൻ ചോദിക്കുന്നത്, ഈ അമ്മ എന്നുള്ള സംഘടനയ്ക്ക് മുമ്പും മലയാള സിനിമ ഓടിയിട്ടില്ലേ? ഇല്ലേ? അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഒരു പുതിയ സംഘടന വരുന്നത് വളരെ സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഈ സംശയാസ്പദമാണെന്ന് താങ്കൾ പറയാനുള്ള കാരണം? സംശയാസ്പദമാണെന്ന് പറയാനുള്ള കാരണം ആ പാനലിലെ പേരുകൾ തന്നെ. അതിനകത്ത് എത്ര പേര് ഏതിനു വേണ്ടി കൂടുതൽ നിൽക്കുന്നു എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. താങ്കൾക്ക് അറിയാമായിരിക്കും, ഞങ്ങൾക്ക് മനസ്സിലായില്ല. അല്ല, ആഷിഖ് കപൂർ, റീമ കല്ലിങ്കലും ഭാര്യയും ഭർത്താവോന്നറിയാലോ? അതറിയാം. അപ്പൊ അവരൊക്കെയാണല്ലോ പാനൽ മെമ്പേഴ്സ്. അവർ മാത്രമല്ല, രാജീവ് രവി ഉണ്ട്, അഞ്ജലി മേനോൻ ഉണ്ട്, ലിജോ ജോസ് പല്ലിശ്ശേരി ഉണ്ട്. അല്ല, ഫെഫ്ക എന്നൊക്കെ പറഞ്ഞ് സംഘത്തിൽ നിന്ന് ആദ്യമേ റിസൈൻ ചെയ്തതിന്റെ റീസൺ ഈ പുള്ളി പറഞ്ഞതല്ലേ അതിന്റെ പ്രസിഡന്റ്. ഓരോരുത്തരും അവരവരുടെ വെർഷൻ പറയുന്നത് ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ല. അത് ശരി തെറ്റൊന്നും പറയാനല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനൊരു സംഘടന വന്നുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകും. ശരി, ഓക്കെ, അത് താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ ഷൺമുഖമാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. ശ്രീ ഷൺമുഖം, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പഴയ സിനിമയിലെ സംഘടനകളൊക്കെ ഇപ്പോഴും പഴയ മട്ടിൽ പ്രവർത്തിക്കുന്നവയാണ്, അല്ലെങ്കിൽ പുതിയ കാലത്തൊത്ത് മാറാൻ അവർ തയ്യാറാവുന്നില്ല, അതുകൊണ്ട് പുതിയ കാലത്തൊത്തൊരു സംഘടന എന്ന് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകുന്നു. അതിൽ എന്തെങ്കിലും മാറ്റം മലയാള സിനിമയിൽ ഉണ്ടാക്കുമോ? മലയാള സിനിമയിലേക്ക് ഏമ കമ്മിറ്റി റിപ്പോർട്ട് കേരള സർക്കാർ ഉണ്ടാക്കിയതാണത്. അതുപോലും അംഗീകരിക്കാതെ മറ്റുള്ളവരെ പണ്ടങ്കാൻ ചെയ്ത കാര്യങ്ങളെ നിഷേധിക്കും. പിന്നെ ഒരു പുതിയൊരു തീരുമാനം വന്ന് സംഘടന വന്നാൽ ഈ പട്ടിയുടെ പാല് ഓടക്കുള്ളിലിട്ട് വരുന്നതിന്റെ വളർച്ചയുണ്ടാകുന്നു. ഒരു കാലത്തും നീരൂലത്. നിങ്ങളുടെ നാട്ടിലൊക്കെ പട്ടിയുടെ കുഴൽ വാൽ കുഴൽ എന്ന് പറയാം, ഓടക്കുഴൽ എന്നാണോ പ്രയോഗം? അത് വർഷങ്ങളോളം പാല് ഓടക്കുഴലിന്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ വളഞ്ഞ ഓടക്കുഴലിൽ ഒരു 20 വർഷം വെച്ച് കഴിഞ്ഞാലും ഓടക്കുഴലെങ്കിൽ വലിച്ചാല് വളഞ്ഞമായി തന്നെ ഉണ്ടാക്കുക. പിന്നെ എന്ത് സംഘടന ഉണ്ടാക്കിയിട്ട് എന്താ വേണ്ടത്? ശരി, എന്തായാലും താങ്കളുടെ പ്രയോഗം കൊള്ളാം. നമുക്ക് മറ്റേ പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സംഘടന കൂടുതൽ വരുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യവും കൂടുതൽ സുതാര്യവും ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു സംഘടന തന്നെ ആകുമ്പോൾ അവിടെ ഏകാധിപത്യവും അപ്രമാദിത്വവും ഉണ്ടാകും. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു വിഭാഗം സിനിമയിലെ തന്നെ നമ്മൾ വേർതിരിച്ചാൽ സമ്പന്ന വർഗവും സാധാരണക്കാരും, തിലകന്റെ അടക്കം വിനയന്റെ അടക്കം ചരിത്രം നമുക്കറിയാം. ഇതിലെ സൂപ്പർ സ്റ്റാറുകൾ അടക്കമുള്ള സമ്പന്ന വർഗം, അതായത് പവർ ടീം എന്ന് പറയുന്ന ഒരു പേര് തന്നെ വന്നല്ലോ. അപ്പൊ പവർ ഗ്രൂപ്പുകാരുടെ കയ്യിലായിരുന്നു. സംഘടനകൾ വരട്ടെ, അത് രാഷ്ട്രീയം കൂടെ വേണമെന്നുള്ളതാണ്. എന്നാലേ പ്രതിപക്ഷം ഇതിനകത്ത് വിമർശനം. രാഷ്ട്രീയം ആകുമ്പോൾ രാഷ്ട്രീയമില്ലാതായി പോയതാണ് ഈ സംഘടനയുടെ കുഴപ്പം. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അവരെ നോക്കും. എതിർ പാർട്ടിക്കാർ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അവർ കുത്തിപ്പൊക്ക് കൊണ്ടുവരും. അതിൽ പീഡനം ഉണ്ടായാൽ അവർ കൊണ്ടുവരും. രാഷ്ട്രീയമായിട്ട് തന്നെ ഈ ഒരു 3 സംഘടന ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നത്. കാരണം എന്നാലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരവും അതിനൊരു സൗന്ദര്യവും അതിനൊരു ജനാധിപത്യ സ്വഭാവവും. നമുക്ക് മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ പ്രിയനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ പ്രിയൻ,
താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ മലയാളത്തിലെ സിനിമാ സംഘടനകൾ പഴയ മട്ടിലുള്ളതാണെന്നും പുതിയ കാലത്തിനൊത്ത ഒരു സംഘടന വേണം എന്നും പുതിയ തലമുറയിലെ ചില സംവിധായകർ നിർദ്ദേശിക്കുന്നു. അവരത്തരമൊരു സംഘടനയ്ക്ക് രൂപം നൽകാൻ പോകുന്നു. എന്താണ് താങ്കൾക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്? ഇവിടെ സംഘടന അല്ല പ്രശ്നം. ഈ പീഡനം എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് പറയുന്നവര് അത് പ്രൂവ് ചെയ്ത് വേണം ചാനലിൽ വന്ന് പറയാൻ. ഈ പരാതിക്കാർ അത് തന്നെ അവർ തന്നെ പ്രൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കൃത്യമായ തെളിവുകളൊക്കെ കാണും അവരുടെ കയ്യിൽ. അതെല്ലാം പ്രൂവ് ചെയ്തിട്ട് പറയാം. ഇത് കോടതി പോയാലും ഒന്നും ആവാൻ പോണില്ല. പിന്നെ സിനിമയെ നശിപ്പിക്കാന്നല്ലാണ്ട് അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് സിനിമാ മേഖലയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ച് തെളിവില്ലെങ്കിൽ പറയണ്ട എന്നാണ്. അവരല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. അത് ഈ സർക്കാരിനൊരു പരാതി വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കാൻ സർക്കാരിനൊരു സംവിധാനമില്ലേ, അന്വേഷണ ഏജൻസികളില്ലേ? അവരൊക്കെയല്ലേ പരിശോധിക്കേണ്ടത്, കോടതിയല്ലേ അത് തീർപ്പ് കൽപ്പിക്കേണ്ടത്. ചാൻസിന് വേണ്ടി എന്ത് വേണം ചെയ്യാം, അങ്ങനെയല്ല. നോ എന്ന് പറയാനുള്ള ചങ്കുറ്റം വേണം. അതൊക്കെ ശരിയാണ്. പക്ഷെ എല്ലാവർക്കും എപ്പോഴും ആ നോ പറയാൻ കഴിയണമെന്നില്ല. ദുർബലരായ മനുഷ്യർക്ക് ചിലപ്പോൾ ആ നോ പറയാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും. അതിന്റെ പ്രൂഫ് വേണം. പ്രൂഫ് ഇല്ലാതെ പിന്നെ ഒരാൾ പറയുന്നു പെട്ടെന്ന് ഞാൻ ആള് മാറിപ്പോയതാണ്, ഞാൻ വേറെ ആളെയാണ് ഉദ്ദേശിച്ചത്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ പ്രിയനാണ് ചെന്നൈയിൽ നിന്നും. അതോടൊപ്പം തന്നെ ശ്രീ കവടിയാറിൽ നിന്നും ശ്രീ അനൂപ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അനൂപ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? പുതിയ സംഘടന സിനിമാ മേഖലയെ മാറ്റം ഉണ്ടാക്കുമോ? മാറ്റമുണ്ടാക്കും. പറഞ്ഞോളൂ. മാറ്റമുണ്ടാക്കും. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയാൻ കാരണം? പുതിയ തലമുറ വരുമ്പോൾ അതിൻ്റെതായ മാറ്റം ഉണ്ടാവും. പഴയ തലമുറയ്ക്ക് അതിൻ്റെതായ ഒരു ചെറിയൊരു ജനറേഷൻ ഐഡിയ കാണത്തില്ല. ശരി, പഴയ ഐഡിയ കാണത്തുള്ളൂ. പുതിയ തലമുറയ്ക്ക് പുതിയ ഐഡിയ കാണും. ശരി, നമുക്ക് താങ്കളുടെ പുതിയ തലമുറ വരട്ടെ എന്നാണ് താങ്കളുടെ അഭിപ്രായം. എറണാകുളത്ത് നിന്നും ശ്രീ ഷാജി കൂടി തരുന്നുണ്ടോ? ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ സിനിമാ മേഖലയിലെ സംഘടന പഴഞ്ചൻ മട്ടിലുള്ളതാണ്. പുതിയ കാലഘട്ടത്തിലേക്ക്, വർത്തമാനകാലത്തിലേക്ക് സിനിമയെ കൊണ്ടുവരാൻ പര്യാപ്തമാണോ ഈ പുതിയ സംഘടന? താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പറഞ്ഞോളൂ. എനിക്ക് തോന്നണില്ല പഴയ ആൾക്കാരോ പുതിയ ആൾക്കാരോ മാറി മറിച്ച് വന്നുകൊണ്ട് ഇതൊന്നും ശരിയാകുമെന്ന്. കാര്യം ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായി വന്നേക്കുന്നത്. ഇവര് തമ്മിൽ എല്ലാത്തിനും ഇവരെല്ലാം ഒന്നിച്ചല്ലേ നിൽക്കണേ. പഴയ തലമുറ പോലെ പുതിയ തലമുറ എന്ന് പറയുന്നത് പ്രേമത്തിന്റെ കാലം മുതൽ സിനിമ കാണുന്ന ഒരാളാണ് ഞാൻ. അന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അന്നും പത്രവാർത്തകളും ഇതൊക്കെ നമുക്ക് അറിയാവുന്നത്. നമുക്ക് നേരിട്ടറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകളൊന്നുമില്ല. പക്ഷെ ഇപ്പോഴുള്ള തലമുറയിൽ പെട്ട ഒന്ന് രണ്ട് നടന്മാരെ പറ്റി എനിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉള്ള ആള് തന്നെയാണ്. ജയസൂര്യ ആണെങ്കിലും മുകേഷ് ആണെങ്കിലും നമുക്ക് നേരിട്ട് ഒരു മോശമായ ആൾക്കാരാണെന്ന് എനിക്ക് പറയാൻ കഴിയും. കാര്യം ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടും അറിവുള്ളത് കൊണ്ടാണ്. താങ്കൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണോ? അല്ലല്ല, ഒരു കാലത്തും അല്ല. ഞാൻ സിനിമ കാണുന്നത് പ്രേക്ഷകനാണ്. അത് മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ഏറ്റവും കൂടുതൽ സിനിമ ഞാൻ കണ്ടിരുന്നത് പ്രേം നസീർ സാറിന്റെ ആയിരുന്നു. അത് നസീർ സാറ് തണലിൽ കിടക്കുന്ന അല്ലെങ്കിലും എല്ലാവരും ഒരു കുടുംബമാണെന്ന് ഇവര് തന്നെ പറയണുണ്ട്. ഇവർക്ക് ഇപ്പോഴും ഒരു കുടുംബമായിട്ട് കഴിഞ്ഞ് ഇതേപോലെ ചെയ്താൽ പോരാ. അന്ന് ഈ കാരവാൻ എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ പിന്നെ ഇപ്പൊ പഴയ തലമുറ മാറി പുതിയ തലമുറ വന്നതുകൊണ്ടൊരു ഗുണം ഉണ്ടാവും തോന്നല്ല. എല്ലാവരും കൂട്ടായ്മയല്ലേ. ശരി, എല്ലാവരും സിനിമ മേഖല വ്യക്തമാണ്. നമുക്ക് പെരുമ്പാവൂരിൽ നിന്നും ശ്രീ വത്സൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ വത്സൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്, ധൈര്യമായി പറ. ഇപ്പൊ ഈ ചൂഷകവർഗവും ഏത് കാലത്തും ഉണ്ടാവും. അതുപോലെ ഈ സിനിമയിൽ നടന്ന ചൂഷകരായതും ഒക്കെ അറിഞ്ഞുകൊണ്ടും അറിയാണ്ടും ഒക്കെ പലതും. അതൊക്കെ ഒരു 16 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് വിചാരണ ചെയ്യാനും അത് ഒരു കമ്മീഷൻ വെച്ച് കണ്ടെത്തി 4 കൊല്ലം വരെ പൂത്തിവെച്ചിട്ട് വീണ്ടും നിർത്തുന്നതിന്റെയൊക്കെ ഉദ്ദേശം അത്ര ശരിയല്ല. ഇപ്പൊ എന്റെ അഭിപ്രായത്തില് ഇവിടെ വയനാട് ദുരന്തത്തിന്റെ കണക്ക് ചോദിക്കാതിരിക്കാൻ വേണ്ടി ഒരു തന്ത്രം എനിക്ക് തോന്നാം. ചാനൽ മാറി കഴിയുമ്പോ ഈ സാധനമാണുള്ളത് ദിവസം കൊണ്ട്. സിനിമ ചാനലൊന്നും കാണാൻ താല്പര്യമില്ല. വാർത്ത വെച്ച് കഴിയുമ്പോ അപ്പ ഹേമ കമ്മീഷനും ഈ സാത്താൻ വഞ്ചിച്ച കഥയും സിനിമാ താരങ്ങളെയൊക്കെ സാത്താൻ വഞ്ചിച്ച കഥയാണ്. അപ്പോ സാത്താൻ വഞ്ചിച്ചതും കണക്കാക്കി അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ നല്ലത്. ഇനി അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമുക്ക് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. പുതിയ തലമുറ വരട്ടെ, പുതിയ തലമുറ പുതിയ ആശയങ്ങളും പുതിയ കാലത്തിന് യോജിച്ച ആളുകളാണ്, അങ്ങനെയുള്ളവരുടെ സംഘടന വരട്ടെ എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അങ്ങനെയല്ല, പഴയ സംഘടനയ്ക്ക് പകരം പുതിയ സംഘടന വന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെ ഇതൊന്നുമല്ല, പഴയവരും പുതിയ ആളുകളും എല്ലാം ചേർന്ന് വേണം മുന്നോട്ട് പോകേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.